ഹായ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ്. എൻ്റെ ഫ്രീക്വൻറ്റ് ഹെയർ കെയർ റെജിമെനിലുള്ളൊരു കാര്യമാണ് ഹെന്ന അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഹെന്ന പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് കണ്ടീഷനിങ്, ഹെയർ ഗ്രോത്തിന്, അതുപോലെ നര മാറാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം ഞാൻ ഹെയർ കണ്ടീഷനിങ് ആൻഡ് ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ യൂസ് ചെയ്യുന്നത് ഇരുമ്പ് ചട്ടി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അയൺ കണ്ടൻറ്റ് നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെന്നയിൽ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഹെന്നയുടെ കൂട്ടത്തിൽ ഞാൻ നെല്ലിക്ക പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒന്ന് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്രാവശ്യം ഞാൻ യൂസ് ചെയ്ത ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടറാണ്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. റൈസ് വാട്ടർ കുറച്ചേറെ കൂടുതലെടുത്ത് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇതൊരു സോക്കപ്പ് ചെയ്യാനൊരു കപ്പിൾ ഓഫ് ഹവേഴ്സ് വെക്കും. ഒരു 4-5 മണിക്കൂറെങ്കിലും കുറഞ്ഞ് വെക്കുമ്പോഴത്തേക്കും ഇതൊന്ന് ക്രീമി ആയി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം കുറയും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചേറെ കഞ്ഞിവെള്ളം ചേർത്ത് വെക്കുന്നത്. ആൻഡ് അറ്റത്തറ്റത്തായിട്ട് ആ ഒരു കറുത്ത കളറ് ആ അയണ്ടത് നമ്മുടെ ഹെന്നയിലേക്ക് ഇറങ്ങിയും തുടങ്ങും. ഈ ഒരു കുറച്ചും കൂടെ ഡാർക്കർ കളർ കിട്ടുമ്പോൾ ഞാൻ ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു 5-6 മണിക്കൂർ കുറച്ചും കൂടെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ ദാറ്റ് നല്ല രീതിയിൽ ആ അയൺ കണ്ടൻറ്റ് നമ്മുടെ ഹെന്നയിൽ സോക്കപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. മുടിക്കത് വളരെ വളരെ ബെനിഫിഷ്യൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നതും. ഇങ്ങനെ നല്ല രീതിക്ക് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ട് ഞാനിത് അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ മുടി നല്ല രീതിയിൽ ചീകി ഒരു വൃത്തിയാക്കിയ ശേഷം ഞാൻ ഹെഡ് മസാജ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഹെഡ് മസാജർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വൈ ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഇത് നല്ല അതിൻ്റെ ബ്രിസിൽസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. സിൽക്കൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വേദന തോന്നാറില്ല. നല്ല രീതിയിൽ നല്ല റിലാക്സിങ് ആണ്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് മസാജ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിൻ്റെ ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് അറ്റാച്ച് ചെയ്ത് വെക്കാം. ചാർജ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ചീത്തയൊന്നും ആയിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു വേർത്ത് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഹെഡ് മസാജർ. സോ ഞാൻ അത് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സോളം ഞാനത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഹെന്ന സെക്ഷൻ ബൈ സെക്ഷനായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ഞാനിപ്പം നരയുടെ കേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണേലും അതല്ല ഹെയർ മാസ്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ പോലും ഞാനിങ്ങനെ ഓരോ സെക്ഷൻസായിട്ട് എടുത്തെടുത്ത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല രീതിയിൽ ഓരോ സെക്ഷനും കോട്ടഡ് ആയിട്ടിരിക്കും. ആദ്യം ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ടഫ്. പക്ഷേ പോകെ ഇറ്റ് ബിക്കെയിം ഈസി ഫോർ മീ. ഞാൻ ഓരോരോ സെക്ഷൻസ് ഒരു ഹാഫ് ആൻ അവർ മാക്സിമം എടുക്കുകയുള്ളൂ. ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ഒരു ക്ലിങ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്, അവിടെ ഇവിടെ ആയിട്ടൊന്നും പറ്റാതിരിക്കാനും നല്ല രീതിയിൽ ആ ഒരു കണ്ടീഷനിങ് നടക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം സമയം കിട്ടുന്ന പോലെ ഞാൻ വെച്ചിട്ട് ജസ്റ്റ് വെള്ളത്തിലാണ് കഴുകുന്നത്. ഇതിപ്പം ഹെന്ന നരയ്ക്കുക എന്നുള്ള രീതിയിലല്ല ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡിഗോ പൗഡറും കൂടെ മിക്സ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഹെന്ന പൗഡറിന് ശേഷം ഇൻഡിഗോ മിക്സ് ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ദിസ് ടൈം ഞാൻ ജസ്റ്റ് കണ്ടീഷനിങ് ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് റിലേറ്റഡ് ആണ് ഞാൻ ചെയ്തത്. സോ ഞാനിത് ജസ്റ്റ് വെള്ളത്തിൽ വാഷ് ചെയ്തു, ഷാമ്പു യൂസ് ചെയ്യാതെ. എന്നിട്ട് അപ്പോൾ തന്നെ മുടിക്ക് ഒരു നല്ലൊരു ഷൈനൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രെങ്ത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ നല്ല രീതിയിൽ കുളിപ്പിച്ച് തലയിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെന്നയ്ക്കൊരു പ്രോപ്പർട്ടി എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും ഹെന്ന. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെന്ന ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ എണ്ണ നന്നായിട്ട് കുളിപ്പിച്ച് വെച്ച് ഒരു 1 മണിക്കൂറെങ്കിലും വെച്ചിട്ടാണ് ഞാൻ ഷാംപൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഹെന്നയുടെ നല്ലൊരു കണ്ടീഷനിങ്, ഒരു സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് മുടി ഫ്രിസി ആവുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെന്ന നല്ല രീതിയിൽ മുടി ഡ്രൈ ആക്കും. ഈവൻ ദോ നല്ല മുടിക്കൊരു ആരോഗ്യം കൂടിയാലും മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് നിൽക്കുന്ന കാണാറുണ്ട്. സോ ഇങ്ങനെ ഹെയർ ഓയിൽ ചെയ്തിട്ട് ഷാംപൂ ചെയ്യുമ്പം അത് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. പ്ലസ് ഹെന്നയുടെ നല്ല ആ ഒരു ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഷാംപൂ ചെയ്തിട്ട് കണ്ടീഷനിങ് ചെയ്യുവാണ്. സാധാഗതിയിൽ ഞാൻ CG റുട്ടീനും കൂടെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ടൈമിൻ്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്രാവശ്യം എനിക്ക് CG ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷാംപൂ ചെയ്ത് കണ്ടീഷനിങ് ചെയ്ത് അങ്ങ് മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം,
ആഹാരത്തിൽ നമുക്ക് മുടിക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ എത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഹെയർ കെയറിന് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് ഫുഡ് എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ പറയുക. എന്താണ് ഹെയർ കെയർ റിലേറ്റഡ് ചാലഞ്ചസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക.